ഇന്ന് മാർക്കറ്റ് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു. ഇന്ന് നമ്മൾ കാണാതെ വിട്ടുപോയ ഒരു മേജർ റെഡ് ഫ്ലാഗ് നിങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നു. ഇൻഡിസസ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൈലന്റ് ഗെയിം നടക്കുന്നുണ്ടായിരുന്നു. ബിഗ് പ്ലേയേഴ്സ് ക്വാർട്ടർലി പൊസിഷൻസ് ബിൽഡ് ചെയ്യുകയാണ്. ഇത് സ്കിപ്പ് ചെയ്താൽ നാളത്തെ വോളറ്റാലിറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്രൂഷ്യൽ ചാർട്ട് സിഗ്നൽ നിങ്ങൾക്ക് മിസ്സായേക്കാം. ഇന്ന് മാർക്കറ്റിൽ ബുൾസും ബെയർസും തമ്മിലൊരു ശക്തമായിട്ടുള്ള ഒരു ബാറ്റിലായിരുന്നു നടന്നിരുന്നത്. ഓപ്പണിംഗിൽ സ്ട്രെങ്ത് കാണിച്ചെങ്കിലും ഫൈനൽ ബെല്ലിനുള്ളിൽ തന്നെ ബിയേഴ്സ് സ്റ്റേബിൾ ആയിട്ട് കൺട്രോൾ പിടിച്ചെടുത്തിരുന്നു. ക്ലോസിംഗ് സ്നാപ്ഷോട്ട് നോക്കിയാണെങ്കിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്തത് 25,585 ബാങ്ക് നിഫ്റ്റി 59,891 സെൻസെക്സ് 83,246 എല്ലാം തന്നെ സ്ലൈറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് ആഫ്റ്റർ എ സ്ട്രോങ് ഓപ്പൺ. ഇതിന് റിയൽ റീസൺ എന്താണ് എന്ന് കൂടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. FIIs തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസവും അഗ്രസീവ് സെല്ലിംഗ് തന്നെ ഉണ്ടായിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വലിയ ക്യാഷ് മാർക്കറ്റിൽ നിന്ന് പുൾ ഔട്ട് ചെയ്തു. ഓപ്പണിംഗിലെ ആ ഒരു ഒപ്റ്റിമിസം അധികം സമയമൊന്നും നിലനിന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലാർജ് ക്യാപ് സ്റ്റോക്സ് അൺലോഡ് ചെയ്തു. റീറ്റെയിലേഴ്സിന്റെ ബൈയിങ് പവർ മുഴുവൻ അവർ അബ്സോർബ് ചെയ്തു. സെഷൻസ് ക്ലോസ് ആയത് കോഷൻ മോഡിൽ തന്നെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ബിഗസ്റ്റ് ഡ്രാഗ് വന്നത് IT സെക്ടറിൽ നിന്നാണ്, പ്രത്യേകിച്ച് TCS. റീസെന്റ് അനലിസ്റ്റ് മീറ്റിൽ നിയർ ടേം ഗ്രോത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമന്റ് വന്നതോടെ TCSൽ ഹെവി സെല്ലിംഗ് പ്രഷറാണ് ഉണ്ടായത്. IT ഇൻഡെക്സ് ഡ്രാഗ് ചെയ്തു. നിഫ്റ്റിയെ ഒരു പരിധി വരെ താഴേക്ക് പുള്ളി ചെയ്യാനും അങ്ങനെ സാധിച്ചു. അതേസമയം ഓട്ടോ സെക്ടറിന്റെ ആ ഒരു റെസിലിയൻസ് നമുക്ക് കാണാതിരുന്നൂടാ. ഓട്ടോ സെക്ടർ ഡിസംബർ സെയിൽസ് നമ്പർ സ്ട്രോങ് ആയതോടെ മാരുതി, ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള സ്റ്റോക്സിന്റെ ആ ഒരു മൊമെന്റം കണ്ടിരുന്നു. എങ്കിലും ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് നെഗറ്റീവ് ആയതിനാൽ ഓട്ടോ സെക്ടറിന് ഒറ്റയ്ക്ക് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ കരുതണം. ഇൻഡിവിജ്വൽ സ്റ്റോക്ക് സ്റ്റോറീസ് നോക്കുകയാണെങ്കിൽ മാരുതി സ്ട്രോങ് ആയിട്ടുള്ള സെയിൽസ് ഡേറ്റയെ തുടർന്ന് ന്യൂസ് ബേസ്ഡ് റാലി നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ TCSൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഔട്ട്ലുക്കിലെ ആ ഒരു കോഷൻസ് കാരണം മൊമെന്റം ബേസ്ഡ് സെല്ലിംഗ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പോസിബിൾ ഫണ്ട് റേസിംഗ് ന്യൂസിന് മുന്നോടിയായിട്ട് സ്പെക്കുലേറ്റീവ് ബൈയിങ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ ഇൻഡിഗോ, ടെക് മഹീന്ദ്ര, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കൊട്ടാക് ബാങ്ക് ഇവയാണ്. അതേസമയം PSU ബാങ്കുകൾ ഡോമിനേറ്റ് ചെയ്തു എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ടോപ്പ് ലൂസേഴ്സിൽ വിപ്രോ, റിലയൻസ്, എറ്റേണൽ ഒക്കെ ആയിരുന്നു. നാളത്തെ മാർക്കറ്റിനെ കുറിച്ച് എന്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? FII സെല്ലിംഗ് തുടരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൈനലി സ്റ്റെപ്പ് ഇൻ ചെയ്യുമോ അതുകൂടി നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. അതേസമയം കീ ലെവൽ ടു വാച്ച് 25,500 സോണാണ് നമ്മൾ നിഫ്റ്റി 50യിൽ കീ ലെവൽ ആയിട്ട് കണ്ടത്. ഇത് ബ്രേക്ക് ചെയ്താൽ ഷാർപ്പ് ഡൗൺ സൈഡ് പ്രഷർ ഉണ്ടാവും. അതുപോലെ തന്നെ ഹോൾഡ് ചെയ്താൽ ടെക്നിക്കൽ ബൗൺസ് ബാക്കിന് ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഒരു ത്രില്ലർ മോഡിലേക്ക് കടക്കുകയാണ്. അപ്ഡേറ്റ് മിസ് ചെയ്യരുത്. നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.